കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഹല്ലേലൂയ വലിയവനായ ദൈവം ഹല്ലേലൂയ ഒരുക്കിയ ഈ ഭാഗ്യകരമായ ആമേൻ പദവിയെ ആമേൻ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യൻ, സകല മഹത്വത്തിനും യോഗ്യൻ. ഹല്ലേലൂയ ആമേന് എല്ലാ കണ്ണുകളും അടച്ചാട്ടം. ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ മകൾ ഭാഗ്യത്തെ ആമേൻ സന്തോഷമായി കരുതുന്നവർ മൗനമായി ഇരിക്കരുതേ. ഹല്ലേലൂയ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതികളിൽ മേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഈ പകൽ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ആമേൻ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ നന്ദി യേശുവപ്പ, നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ആമേൻ. അവനവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ സമർപ്പിച്ചാണ്. നന്ദിയപ്പ ജീസസ്. ഹല്ലേലൂയ. ഓ നന്ദിയപ്പ. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശുമാൻ കർത്താവ്. 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 എല്ലാ യേശു എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനാണ്. എല്ലാ മുട്ടും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഒരിക്കൽ കൂടെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശുരാജാവിനെ,
അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. യേശുരാജാവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മഹത്വവും സകല മാനവും സകല പുകഴ്ചയും നമ്മുടെ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. പ്രിയ ദൈവമക്കളെ, സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ വിശുദ്ധ ഞായറാഴ്ച ആരാധനയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഓൺലൈനിലൂടെ, ഓൺലൈനിലൂടെ ഇന്ന് പകൽ സ്വദേശത്ത്, വിദേശത്ത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദിനും അന്ത്യനും, അൽഫയും ഒമേഗയും, വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ആമേൻ അറിയിച്ചുകൊണ്ട് ആമേൻ നമുക്ക് ഒരുമിച്ച് ആമേൻ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പല സ്ഥലങ്ങളിലും ആമേൻ മഴയും ശക്തമായ കാറ്റും ആമേൻ പ്രകൃതിയുടെ ആമേൻ അതേ വിവിധ കെടുതികളും അനുഭവപ്പെടുകയാണ്. ഹല്ലേലൂയ. അത്തരം സാഹചര്യങ്ങളിൽ കഴിയുന്ന എല്ലാവർക്കുമായി ആമേൻ നാം ഹൃദയപൂർവ്വം ആമേൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഇങ്ങനെ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ പല കുടുംബങ്ങളിലും ആമേൻ ആ പ്രിയപ്പെട്ടവരുടെ വേർപാട് ആമേൻ വളരെ വളരെ ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആമേൻ ഇരുത്തിയിരിക്കുമ്പോൾ ആമേൻ അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തന്റെ കരങ്ങളിൽ അവരെ കാത്തു സൂക്ഷിക്കട്ടെ. ഈ സാഹചര്യങ്ങൾക്കിടയിലും ദൈവം നമുക്ക് ആമേൻ ഈ പുതിയ ദിവസം നൽകിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ജീവനോടെയും ആമേൻ പ്രത്യാശയോടെയും ആമേൻ അവന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ കൃപ ലഭിച്ചല്ലോ. ഹല്ലേലൂയ. അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ആമേൻ ദൈവത്തിന്റെ അളവറ്റ കരുണ കൊണ്ടാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു ആമേൻ നമുക്ക് ആമേൻ ദൈവം സങ്കേതവും ബലവുമാകുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, മലകൾ സമുദ്രത്തിന്റെ നടുവിലേക്ക് നീങ്ങിയാലും ആമേൻ നമ്മുടെ പ്രത്യാശ എന്തില്ല, തകരുകയില്ല. ഹല്ലേലൂയ. ആമേൻ പ്രകൃതിയിൽ ആമേൻ പല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെ? മലകൾ ഇടിഞ്ഞ് ആമേൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ആ വലിയ പാറകളും മരങ്ങളും കടപഴകി സമുദ്രത്തിലേക്ക് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് ആമേൻ നാളുകൾ കൊണ്ട് ആമേൻ കെട്ടിപ്പടുത്തുയർത്തിയ പല ആമേൻ സൗധങ്ങളും എന്ത് ചെയ്യുന്നു? ആമേൻ കടപൊഴുങ്ങി വീണുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, നാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. ആമേൻ സാഹചര്യങ്ങളിലല്ല, ആമേൻ അതെ, കാരണം നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചുറ്റുപാട് സാഹചര്യങ്ങൾ ആമേൻ വളരെ മോശമായിരിക്കാം, അല്ലേ? ഇന്നിപ്പോ ആമേൻ ഇവിടേക്ക് വരുമ്പോ ആമേൻ വഴിയിൽ സാഹചര്യം അല്ലേ വളരെ മോശമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല റോഡുകളും പല പട്ടണങ്ങളും പല ഗ്രാമങ്ങളും ആമേൻ വെള്ളത്താൽ എന്ത് ചെയ്യാ? മൂടപ്പെട്ടിരിക്കുകയാണ്. ആമേൻ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയാണ്. ആമേൻ പോകരുത് പോകരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടും അതിനെ അവഹേളിച്ചുകൊണ്ട് ആമേൻ പോയ ഒരു വാഹനം ഒത്ത നടുക്കെത്തിയപ്പോൾ ഓഫായി പോയി. ഹല്ലേലൂയ. ആ വാഹനത്തെ തടഞ്ഞു നിർത്തി ആമേൻ പ്രായമുള്ളവർ, ആമേൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നവർ ആമേൻ പറഞ്ഞു, പോകരുത് പോകരുത്. അതിനെ ധിക്കരിച്ചു പോയ വാഹനം ഒത്ത നടുക്ക് എന്ത് ചെയ്തു? ഓഫായി പോയി. ആമേൻ. ഹല്ലേലൂയ. കെട്ടിവലിക്കേണ്ട ഗതികേട് എന്ത് ചെയ്തു? ആമേൻ. ഹല്ലേലൂയ.
കർത്താവ് ആദ്യം ആമേൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനോട് പറഞ്ഞു, ആമേൻ തിന്നരുത്, അല്ലേ? എന്ത് തിന്നരുത്? ഇഷ്ടംപോലെ തിന്ന, പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. ആമേൻ. തിന്നരുത് എന്ന് പറഞ്ഞത് തിന്നാൻ തയ്യാറായപ്പോൾ അവിടെ തകർച്ച സംഭവിച്ചു, ഇടിവ് സംഭവിച്ചു. അത് മുഖാന്തരം ഭൂമി എന്ത് ചെയ്തു? ശപിക്കപ്പെട്ടു. ഹല്ലേലൂയ. അനന്തരം കൊലപാതകങ്ങൾ എന്ത് ചെയ്തു? സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ചിലത് ആമേൻ വന്ന് ഭവിക്കുന്നത് എന്തുകൊണ്ടാ? കയ്യിലിരിപ്പ് കൊണ്ടാ, അല്ലേ? അനുസരണക്കേട് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ആമേൻ വിശ്വാസം സാഹചര്യങ്ങളിലല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവില ആണോ? ആ ഉറപ്പുള്ളവര് ആമേൻ ചങ്കത്ത് കൈവച്ചു പറ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മുടെ പ്രത്യാശ തകരുകയില്ല. കാരണം നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിരിച്ചോണ്ട് അടുത്തിരിക്കുന്നവരെ തൊട്ട് ആ കൈ കൊടുത്ത് ആ മുഖത്ത് നോക്കി പറ, ഹല്ലേലൂയ, നമ്മുടെ പ്രത്യാശ തകരുകയില്ല. കാരണം നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, ജീവിക്കുന്ന യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെള്ളം ആമേൻ ഉയർന്നാലും ഹല്ലേലൂയ പ്രത്യാശ എന്ത് ചെയ്തില്ല? തകരത്തില്ല. ആമേൻ. ഇന്ന് എബ്രായ ലേഖനം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിലൂടെ ദൈവം നമ്മെ വിളിക്കുന്നത് അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ദൈവത്തിന്റെ വിശ്രമത്തിലേക്കും, ആത്മീയ ശിശുത്വത്തിൽ നിന്ന് പക്വതയിലേക്കുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധനയിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ. രോഗികൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. ആമേൻ. ഭാരപ്പെട്ടവർക്ക് സമാധാനം ലഭിക്കട്ടെ. കുടുംബങ്ങളിൽ വീണ്ടും പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കട്ടെ. യുവജനങ്ങളിൽ വിശുദ്ധിയുടെ തീ പടരട്ടെ. കുട്ടികൾ കർത്താവിനെ അറിയുന്ന തലമുറയായി വളരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ കരുണ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് നമ്മുടെ ഹൃദയം മുഴുവൻ യേശു ക്രിസ്തുവിലേക്ക് തിരികെയാണ്. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ആ 2 കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോടെ പറയാം, കർത്താവേ, ഞങ്ങളെ അങ്ങേ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും അങ്ങ് കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഞായറാഴ്ച ആരാധനയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കുചേരുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ആമേൻ. ഓൺലൈനിൽ ഓഫ്ലൈനിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു സാധാരണ ആരാധനയല്ല. ഇന്ന് ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യാൻ പോവാ? പരിശോധിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ക്ഷീണിച്ചവർക്ക് പുതിയ ശക്തി
ആമേൻ ലഭിക്കട്ടെ. ആമേൻ. ഇന്നാരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ അവരുടെ ക്ഷീണത്തെ ആമേൻ അതിജീവിക്കുവാനുള്ള ഉയരത്തിലെ ശക്തി ആമേൻ വചനത്തിലൂടെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? നൽകാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചിട്ട് Praise the Lord. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. Hallelujah. ഇന്ന് നിരാശരായവർക്ക് ജീവനുള്ള പ്രത്യാശ ലഭിക്കട്ടെ. ഇന്ന് തകർന്ന കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. ഇന്ന് ദൈവത്തിന്റെ വിളി കേൾക്കേണ്ട തലമുറകൾ എഴുന്നേൽക്കട്ടെ. Hallelujah. Hallelujah. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേയ്ക്കായി തുറക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെ പുതുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ ആമേൻ ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിശ്വാസത്തിൽ എന്നെ നടത്തണമേ യേശുവേ എൻ ജീവനാഥനേ. അങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കണമേ. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേ. കഠിന ഹൃദയം ഒരുക്കണമേ. കൃപയാൽ എന്നെ തൊടണമെനേ. അങ്ങയുടെ വഴിയിൽ നടന്നിടുവാൻ അനുദിനം ശക്തി നൽകണമേ. ജീവനുള്ള വചനം എൻ ദീപമാ. ഇരുളിലൻ പാത തെളിയിക്കാൻ ഇരുവായി തലവാളായി വചനം എന്നുള്ളം ശുദ്ധമാക്കിടും. മഹാപുരോഹിതൻ യേശുവേ, കൃപാസിംഹാസനത്തിലേക്കെന്നെ നയിക്കണേ. എൻ കണ്ണുനീരങ്ങറിയുന്നുവേ. എൻ പ്രാർത്ഥന കേൾക്കുന്നവനേ. അങ്ങയുടെ വിശ്രമം മതിയേ എനിക്ക്. അങ്ങയുടെ സാന്നിധ്യം സ്വർഗമല്ലോ. എൻ തലമുറകൾ എഴുന്നേൽക്കട്ടെ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നീയേ ആരാധ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും എന്നേക്കും മഹത്വം നിനക്കേ. ഹല്ലേലൂയ.
Thank you, Lord Jesus. Jesus. എല്ലാ കണ്ണുകളും അടയ്ക്കുക. ഈ വിശുദ്ധ ആരാധന സമയം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും ദൈവം സ്പർശിക്കേണ്ടതിനായി അവിശ്വാസത്തിന് പകരം വിശ്വാസം ഉണ്ടാകേണ്ടതിനായി, ഭയത്തിന് പകരം സമാധാനം ലഭിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവ് എല്ലാ ഉള്ളങ്ങളിലും ആമേൻ പ്രവർത്തിക്കേണ്ടതിനായി ഇന്നത്തെ ആരാധന ആമേൻ ദൈവം പ്രസാദിക്കുന്ന ആരാധനയായി തീരുവാൻ ഈ കൂട്ടായ്മയിൽ ആമേൻ ഓൺലൈനിൽ ഓഫ്ലൈനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ അകപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാകുവാൻ എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദരൻ അനൂപ് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹമായ ഞായറാഴ്ച പകൽ വേളയോട് പ്രാർത്ഥന താവേ സ്തോത്രം. ഒരു ദിവസം കൂടി ജ്ഞാനമായി തന്ന വലിയ കൃപയോട് നന്ദി പറയാൻ താവേ. ഹല്ലേലൂയ. താവേ സ്തോത്രം. അനേകം പേർ താവേ സ്തോത്രം കാലാവസ്ഥയിലായ ദുരിതത്തിൽ താവേ സ്തോത്രപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ താവേ ഞങ്ങൾ താവേ സ്തോത്രം ഒരുമിച്ച് ഞങ്ങളിലേക്ക് താവേ നിമിഷം അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാണമേ. പൂർണ്ണമായ ഒരു താവേ സ്തോത്രം ഒരു വിടുതൽ കൊടുത്തവർ മാനിക്കുമാറാണ് പ്രാർത്ഥന താവേ. ഹല്ലേലൂയ. താവേ ദൈവപ്രവൃത്തികൾ നയിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താവേ ഞങ്ങൾ ചെറിയ കൂട്ടമായി പ്രസന്നിലേക്ക് അടുത്ത് വരുന്ന താവേ സ്തോത്രം താരന താവേ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാ ഇങ്ങനെ ആക്കുമാറാണമെന്ന് പ്രാർത്ഥിത്താവേ. നല്ല താവേ സ്തോത്ര പാട്ടുകൾ നിലത്തിരുമാറാണമേ, നല്ല വചനങ്ങൾ നിലത്തിരുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഹല്ലേലൂയ. താവേ സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിന് മുമ്പിലായിരിക്കുന്ന താവേ താവേ സ്തോത്രം മക്കളെ ഓർത്ത് പ്രാർത്ഥന അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥന താവേ. അവർ ജീവിത നിലവാരമനുസരിച്ച് അവരോട് സംസാരിക്കേണ്ട ഇവിടെ ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥന താവേ. അത് ആരെങ്കിലും ദുഃഖത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ താവേ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ താവേ ദൈവം താരാൻ കഴിഞ്ഞു പോകുന്ന മുമ്പ് തന്നെ പൂർണ്ണമായ ഒരു വിടുതലിലേക്ക് ഇറങ്ങത്താവേ. ഓരോ വ്യക്തികളും കൂടി ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. അഭിഷേകം പ്രാപിച്ച് ശക്തി പ്രാപിച്ചതിനെ മടങ്ങി പോവുക ഇടയാക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. അതിൽ പൂർണ്ണമായി പിന്നെ ദൈവത്തോട് കൂടെ അടുത്തിരിക്കുവാനുള്ള കൃപ താവേ കൊടുത്ത് മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥന അനുഗ്രഹിക്കുമാറാണമേ. അല്ലെങ്കിൽ നാശകരമായി ഈ ലോകത്ത് കത്താവേ സ്തോത്രം അവർ പോകുന്ന ഓരോ വഴികളിലും കത്താവേ അനർത്ഥങ്ങൾ പതിയിരിക്കുന്നെങ്കിൽ കത്താവേ അല്ലെങ്കിൽ താർച്ചകൾ പതിയിരിക്കുന്നെങ്കിൽ കത്താവേ അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. അവരായിരിക്കുന്ന സ്കൂൾ മേഖലകളെല്ലാം കത്താവേ സാക്ഷ്യം നിർത്തുമാറാണ് പ്രാർത്ഥന താവേ. അല്ലെങ്കിൽ യുവതാവെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. പിന്നെ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാനുള്ള കൃപ കൊടുത്ത് മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താവേ ദാസനോട് പ്രാർത്ഥന അനുഗ്രഹിക്കും മാനിക്ക് ചെയ്യുമാറാണമേ. ഹല ശക്തിയോട് ഞങ്ങളുടെ നിർത്തുമാറാണമേ പ്രാർത്ഥന താവേ. ദാസനോട് പറയുന്ന ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും താവേ ജീവിതത്തിന് വരെ അനുഗ്രഹം കാരണമാക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. പിന്നെ ശക്തിയോടെ തന്നെ ദാസനെ ഉപയോഗിക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. അഭിഷേകത്തിന് ശക്തി നിറയ്ക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഹല്ലേലൂയ. താവേ ചെറിയ കൂട്ടമായി ഇരിക്കാനല്ലോ താവേ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. താവേ സ്തോത്രം ഞങ്ങളുടെ കരം താവേ ദേശത്തിന് മേൽ വെക്കുമാറാണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭാഗത്തിന് മേൽ വെക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഹല്ലേലൂയ. തകർച്ചയുടെ അനുഭവങ്ങളിൽ നിന്നെല്ലാം താവേ വിടുതലെടുത്ത് മാനിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. ഹല്ലേലൂയ. താവേ സ്തോത്രം നടക്കുന്ന താവേ വിശുദ്ധ ആരാധന അനുഗ്രഹിക്കപ്പെട്ട താവേ ഈ ചെറിയ കൂടുതൽ അനുഗ്രഹിക്കുക മാനിക്ക് ചെയ്യുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു താവേ. അഭിഷേകത്തിന്റെ ശക്തി ഓരോരുത്തരും നയിക്കുമാറാണമെന്ന് പ്രാർത്ഥന താവേ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറവുകളും കത്താവേ ക്ഷമിച്ച് കഴി ശുദ്ധീകരിച്ച് മടക്കി അയക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. താവേ പിന്നെ ഞങ്ങൾ ശക്തിപൂർവ്വം ഉപയോഗിക്കുമാറാണമേ. അല്ല ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും കത്താവേ അനേകം പേർക്ക് ഒരു ആശ്വാസമായി തീരുവാ വിടുതലിന് കാരണമായി തീരുവാൻ ഞങ്ങൾ പോകുന്ന വഴികളിൽ കത്താവേ അനേകം പേരുടെ ഒരു ആശ്വാസത്തിന് കാരണമായി ഓരോ തീരുമാനങ്ങൾ
കർത്താവേ, അനേകം പേർക്ക് ഒരു വിടുതലിന് കാരണമായി തീരുവാ ഇടയാക്കുമാറാണമേ പ്രാർത്ഥനത്താവേ. ഭവനങ്ങളിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, നാട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങളെ മുൻകൂട്ടി കണ്ടു കർത്താവേ, അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും കർത്താവേ, പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഓരോ നല്ല തെരുമാറാണമേ എന്ന് പ്രാർത്ഥനത്താവേ. അച്ഛൻ കൃപയോർ നന്ദി പറയുന്നതാവേ, സ്തോത്രം. അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾ ഓരോ നനയ്ക്കുമാറാണമേ. അതിന് തടസ്സമായി ഞങ്ങൾ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറവുകളും കർത്താവേ അങ്ങ് ക്ഷമിക്കുവാനും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. പിന്നെയും കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ നടത്തുന്ന കൃപയോർ നന്ദി പറയുന്നതാവേ. ദൈവത്തിന്റെ കരത്തെ മുറുകെ പിടിച്ചേർത്താവേ, മുമ്പോട്ട് പോകുന്ന കൃപ ഞങ്ങൾക്ക് ഓരോ നല്ല തീരുമാനമേ എന്ന് പ്രാർത്ഥനത്താവേ. കൃപയോർ നന്ദി പറയുന്നതാവേ, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട് എല്ലാ അധരങ്ങളും തുറന്ന് നന്ദിയോടെ അല്പസമയം അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നാം സംസാരിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ ജീവിത പങ്കാളിയോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ അപ്പനോട് അമ്മയോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാറുണ്ട്. നമുക്കൊരു സങ്കടം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന, സങ്കേതമായിരിക്കുന്ന, കോട്ടയായിരിക്കുന്ന, അഭയമായിരിക്കുന്ന, വെളിച്ചമായിരിക്കുന്ന കർത്താവിനോട് സംസാരിക്കുവാൻ ഒന്ന് തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. വ്യർത്ഥമായി യേശുവിനോട് സംസാരിച്ചു തുടങ്ങി, യേശുവിനോട് സംസാരിച്ചു തുടങ്ങി. സാഹചര്യങ്ങളിലല്ല, യേശുവിലത്രേ. ആമേൻ. അതേ പ്രത്യാശ. ഹല്ലേലൂയ. ആമേൻ. വ്യർത്ഥമായുടെ സാഹചര്യങ്ങൾ അവനെ പിന്താതാക്കാൻ നോക്കിയപ്പോൾ അവൻ അടങ്ങിയിരുന്നില്ല. അവൻ ഉറക്ക നിലവിളിച്ചു, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ഇന്ന് പകൽ നിന്നോട് കരുണ തോന്നുന്നവൻ, നിന്നോട് മനസ്സലിയുന്നവൻ, ഹല്ലേലൂയ, കണ്ണുനീർ കാണുമ്പോൾ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ സ്വർഗത്തിൽ ശറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോൾ അവരുടെ മധ്യ അധിവസിച്ച നല്ല കർത്താവ് ഇന്ന് പകൽ നമ്മുടെ മധ്യ ആഗതനായിട്ടുണ്ട്. എല്ലാ ആരാധനയും, എല്ലാ സ്തുതിയും, എല്ലാ പുകഴ്ചയും ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ക്ലേശം തീർന്ന നിത്യം പ്രിയ
വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാരണമായി പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാരണമായി ദുഷികളെല്ലാം തീരാൻ കാരണമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള പ്രാണപ്രിയത്തെ പൊന്നുമുഖത്തെ തേജസ്സോടെ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ തേജസ്സോടെ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള നാഥനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ നാഥനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ കാലം സമീപമായി പ്രിയരേ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള ഒരു നീതിപ്പോ തന്നോടുകൂടെ മടിയറയിൽ വാഴാൻ കാലമായി ഒരു നീതിപ്പോ തന്നോടുകൂടെ മടിയറയിൽ വാഴാൻ കാലമായി മടിയറയിൽ വാഴാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള യുഗയുഗമായി പ്രിയനോട് നാം വാഴും സുദിനം ആസന്നമായി യുഗയുഗമായി പ്രിയനോട് നാം വാഴും സുദിനം ആസന്നമായി വാഴും സുദിനം ആസന്നമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള ആമേനാദോനി കേട്ടോ മാത്രേ വാരോ
നിന്നകറ്റത പരിഹാസങ്ങൾ ദൂഷികളെല്ലാം തീരാക്കാലമായി നിന്നകറ്റത പരിഹാസങ്ങൾ ദൂഷികളെല്ലാം തീരാക്കാലമായി ദൂഷികളെല്ലാം തീരാക്കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി തേജസ്സോടെ നാം കാണാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ പോലെ സുന്ദരനായി വേറെ ആരുമില്ല. ഹല്ലേലൂയ. ആമേൻ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാനുടെ കാണുന്നില്ല, മേലാകൻ ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാനുടെ കാണുന്നില്ല, മേലാകൻ ഞാൻ കാണുകയില്ല. സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര രാജാക്കന്മാരെ വായിക്കുമോ വത്സല. മന്നെ പ്രതി മാണിക്യം വെട്ടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെട്ടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഞാൻ. ഓ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഞാൻ. സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര രാജാക്കന്മാരെ വായിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെട്ടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെട്ടിയുകില്ല ഞാൻ. യേശുവേ പുത്രിമാരെ ചുറ്റും നിന്നോരാമൻ, പ്രിയനോടുള്ള അനുരാഗം കാവീരുളി. ഓ യേശുവേ പുത്രിമാരെ ചുറ്റും നിന്നോരാമൻ,
അനുരാഗം ആവർത്തിടുകേ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രായുധരം ചാരന്മാരെ വായിക്കുമോ വായിച്ചത. മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ യെരൂശലേം പുത്രിമാരി ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകേ. ഓ യെരൂശലേം പുത്രിമാരി ചുറ്റും നിന്നൊരാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകേ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞു ലോകയാത്ര പ്രായുധരം ചാരന്മാരെ വായിക്കുമോ വാത്സല. അന്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. നീ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ ലോക സുഖ സൗന്ദര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടിയെന്ന് പാടി വിളിക്കാം. ഓ ലോക സുഖ സൗന്ദര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടിയെന്ന് പാടി വിളിക്കാം. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രായുധരം ചാരന്മാരെ വായിക്കുമോ വത്സല. മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. നീ മണ്ണ് Glory to God, Jesus, hallelujah. ഓ വെള്ളത്തിൻ ഭൂമിയില പോലെ നിന്നെ വിളങ്ങിടുന്ന ദേനിക സുഗന്ധനത്തെ എതിരേൽക്കുമേ. ഓ വെള്ളത്തിൻ ഭൂമിയില പോലെ നിന്നെ വിളങ്ങിടുന്ന ദേനിക സുഗന്ധനത്തെ എതിരേൽക്കുമേ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞു ലോകയാത്ര പ്രായുധരം ചാരന്മാരെ വായിക്കുമോ വത്സല. അന്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. നീ അന്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്ന് വാർത്തിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിരുന്നേ. ഓ പ്രേമമെന്ന് വാർത്തിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിരുന്നേ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രായുധരം ചാരന്മാരെ വായിക്കുമോ വത്സല. അന്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനം ആരെയും ഞാനുലകിൽ കാണുന്നില്ല. മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനം ആരെയും ഞാനുലകിൽ കാണുന്നില്ല. മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനം ആരെയും ഞാനുലകിൽ കാണുന്നില്ല.
ഉലകത്തിൽ എന്റെ കർത്താവിന് അല്ലാതെ മറ്റാരെയും ഞാൻ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചിട്ടുണ്ട്. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് നാം കേൾക്കുവാൻ പോകുകയാണ്. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എൻ്റെ കുടുംബത്തോട് ഇടപെടണമേ, എൻ്റെ തലമുറകളോട് ഇടപെടണമേ. പകൽ പ്രാർത്ഥനയോട് ആയിരിക്കുന്നുവെങ്കിൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിപ്പാൻ ഇടയാകും. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രകൃതിയെ കണ്ണുനീരിലും ദുഃഖത്തിലും ആയിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം ആമേൻ അവരുടെ കാതുകളിൽ കേൾക്കുവാൻ, പ്രത്യാശയോടെ ജീവിപ്പാൻ ആമേൻ ഈ പകൽ ചില കുടുംബങ്ങളെ, ചില തലമുറകളെ ദൈവം സ്പർശിക്കേണ്ടതിനായി എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ സഹോദരി ഫേബ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ച പകൽക്കാലത്തിനായി നിന്നോട് വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. അനേകാര്യങ്ങൾ കർത്താവേ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് നിങ്ങൾക്കായ സ്വർഗ്ഗത്തിൽ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേക ആൾക്കാർ കർത്താവെ മഴക്കെടുതികളാലും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവ് ഞങ്ങൾക്കൊരാപത്തും കൂടാതെ ഞങ്ങളെ കാത്തുവെച്ചുടിവിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരെല്ലാവരും നിന്റെ തൃക്കഴുത്താഴ്ച സമർപ്പിക്കുന്ന കർത്താവേ. അവർക്കെല്ലാം ദൈവമേ ഒരു സൗഖ്യത്തെ നൽകി കൊടുക്കണമേ കർത്താവേ. മഴയ്ക്ക് ദൈവമേ ഒരു ശമനത്തെ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനേകരി വീടുകൾ നഷ്ടമായി കർത്താവേ, കുടുംബക്കാരെ നഷ്ടമായ, ബന്ധുക്കളെ നഷ്ടമായി കർത്താവേ. ഞങ്ങൾക്ക് അതിന് അനർത്ഥം കൂടാതെ ഞങ്ങളെല്ലാവരെയും കാത്തൊരു ചുടിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെല്ലാം മുറ്റുമായ നിരത്തിൽ താഴ്ച സമർപ്പിക്കുകയാണ് കർത്താവേ. എല്ലാവരുടെ വിശുദ്ധ സഭായോഗം അനുകരിക്കുന്നവരോടൊപ്പം ദൈവം ഞങ്ങൾ ഈ ചെറിയ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ദാസനെ ക്രൂശിനും അറിവിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനത്തെ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസന്റെ അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ഭവനത്തിലേക്ക് മടങ്ങി പോവാൻ കർത്താവിന്റെ കൃപ ഞങ്ങളെ ഓരോരുത്തരെയും കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവമേ ദാസനെ നിറയ്ക്കണമേ, ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ വചനം ഏറ്റെടുത്ത് തള്ളിക്കളഞ്ഞവരായിട്ടല്ല കർത്താവെ, അത് ഏറ്റെടുത്ത് പിന്നെ അനുദിനം ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ മുറ്റും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനത്തെ കേൾപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവെ. നല്ല ഏകാഗ്രത നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെല്ലാവരും മുറ്റുമായ നിരത്തിൽ താഴ്ച സമർപ്പിക്കുന്ന അതാ അല്പനേരം നിന്റെ തിരുസന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് നല്ല ഏകാഗ്രത നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ സമസ്ത വിഷയങ്ങളും നിരത്തിൽ താഴ്ച സമർപ്പിക്കുന്ന അതാ ഞങ്ങളുടെ പ്രാർത്ഥന കണ്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിനെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും മധ്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയും അനേകർക്ക് അനുഗ്രഹപ്രദമായ തീരത്തക്ക നിലയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. നിങ്ങൾ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കരുത്. കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ആ കർത്താവ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങളോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ആമേൻ. നിങ്ങൾ വന്നതുപോലെയല്ല, നിറവോടെ പോകുവാൻ ഇടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഓർപ്പിച്ചതുപോലെ എബ്രായ ലേഖനം 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് പോകുകയാണ്. പ്രാരംഭത്തിൽ എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാൽ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ആമേൻ. സ്വർഗീയ വിളിയിൽ പങ്കുള്ള വിശുദ്ധ സഹോദരന്മാരെ, നമ്മുടെ ഏറ്റുപറച്ചിലിന്റെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഹല്ലേലൂയ. സഭയെ പരിശുദ്ധാത്മാവ് ആദ്യമായി പറയുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നതാണ്. ഈ ലോകം
ആമേൻ, നമ്മുടെ ശ്രദ്ധ പലതിലേക്ക് തിരിക്കുന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകളെ, ആമേൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ ലോകം, ആമേൻ, ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരുന്ന യുവതലമുറയെ, ആമേൻ, അവരുടെ, ആമേൻ, ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് നമ്മുടെ ലോകം എന്ത് ചെയ്യുക? നിറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. ആമേൻ, അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കത്തക്ക വിധത്തിലുള്ള, ആമേൻ, ചില കാര്യങ്ങളാണ് അവരുടെ കണ്ണിന് മുമ്പിൽ എന്ത് ചെയ്യുന്നത്? അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ, അത് വസ്ത്രധാരണമാകാം, അത് ആഹാരമാകാം, ആമേൻ, അത് പാർപ്പിടമാകാം, അവരുപയോഗിക്കുന്ന, ആമേൻ, പല മെറ്റീരിയലുകൾ, ആമേൻ, അങ്ങനെയുള്ള നിലവാരത്തിൽ, ആമേൻ, ഈ ലോകം അവരെ എന്ത് ചെയ്യുക? തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, വാർത്തകൾ, ഹല്ലേലൂയ, സാമ്പത്തിക, ആമേൻ, മേഖലകൾ, അല്ലേ, ഇങ്ങനെ പോരാ, കുറച്ചും കൂടെ എന്ത് ചെയ്യണം? അതിലേക്ക് ജനത്തെ അവൻ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊക്കെ കേട്ടിട്ടില്ലാത്ത രോഗമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നു. പണ്ട് ഡോക്ടർമാര്, ആമേൻ, പനി എന്നേ പറയത്തുള്ളൂ. ഇപ്പൊ പനിയുടെ ഉപവിഭാഗങ്ങൾ, അല്ലേ? അല്ലേ? പനി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, ആമേൻ, പനി വിവിധ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാഷ്ട്രീയം നോക്കിക്കേ, നമ്മുടെ തലമുറകൾ എങ്ങോട്ടാ തിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാ തിരിക്കുന്നത്? സ്തോത്രം. ആ ഒരു മൈക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ, ആമേൻ, നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവിനെ നോക്കുക. ശ്രദ്ധിക്കുക. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആമേൻ, ആ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ, 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നു, യേശു ആരാണ്? ആമേൻ, വിശ്വാസത്തിന്റെ നായകനാണ്, അല്ലേ? അവൻ, ആമേൻ, പൂർത്തീകരിക്കുന്നവനുമായ, ആമേൻ, ആ ദൈവമാണ്. ആ യേശുവിനെയാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ നോക്കേണ്ടത്. ഹല്ലേലൂയ. പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന നേതാക്കന്മാർ ലോകത്തിലുണ്ട്. അവൻ തലമുറയെ അവരിലേക്ക് ലോകം തിരിക്കുമ്പോൾ, ഇന്ന് പകൽ സത്യവേദ പുസ്തകം അവൻ മാനവകുലത്തെ തിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനായ, പൂർത്തി വരുത്തുന്നവനായ യേശുവിലേക്ക്. ഇന്ന് പകൽ ജനം ആ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, തലമുറ ആ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആമേൻ, നിന്റെ സ്ഥിതി മാറും, നിന്റെ അവസ്ഥ മാറും. ആമേൻ. നിന്റെ ശൂന്യത നിറയോ. ഇന്ന് പകൽ ആ യേശുവിനെ ഉയർത്തുമ്പോൾ, ആ യേശുവിനെ ശ്രദ്ധിക്കുവാൻ ആര് തയ്യാറാകും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തീകരിക്കുന്നവനായ യേശു. നോക്കുക, പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ, ഹല്ലേലൂയ, തിരകളെ നോക്കിയപ്പോൾ അവൻ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. നീ സാഹചര്യത്തെ അല്ല നോക്കേണ്ടത്. ആമേൻ. നിന്റെ സാഹചര്യത്തെ നീ നോക്കിയ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന നേതാക്കന്മാരെ നോക്കിയ, നിന്നെ അവൻ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനെ നീ നോക്കിയാൽ നീ അവൻ മുങ്ങാൻ സാധ്യതയാണ്.
അതുകൊണ്ട് ആമേൻ നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന, ആമേൻ നിന്റെ വിശ്വാസത്തിന് പൂർത്തീകരണം വരുത്തുവാൻ കഴിയുന്ന യേശുവിലേക്ക് നോക്കുക. ആമേൻ യേശുവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച പത്രോസ്, ആമേൻ അവൻ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ, അവൻ തിരകളിലേക്ക് നോക്കിയപ്പോൾ അവൻ മുങ്ങാൻ തുടങ്ങി. ആമേൻ നിന്റെ പ്രശ്നത്തെ നീ നോക്കിയാൽ, നിന്റെ പ്രതികൂലത്തെ നോക്കിയാൽ, ആമേൻ നിന്റെ വിശ്വാസത്തിൽ നിന്ന് ആമേൻ നീ താഴേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുവിനെ നോക്കിയപ്പോൾ ആ വെള്ളത്തിന്മീതെ അവൻ നടക്കുവാൻ ഇടയായി. ഇന്ന് പകൽ പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ, നിന്നെ നിരാശപ്പെടുത്തുന്ന മേഖലകളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ നെഗറ്റീവ് പറഞ്ഞ് നിരാശപ്പെടുത്തുന്നവരെ നോക്കിയാൽ നീ താഴേക്ക് പോകും. ആമേൻ നീ കാണുന്ന പ്രതിസന്ധിയെ, നീ കാണുന്ന പ്രതികൂലത്തെ നീ നോക്കിയാൽ നീ കീഴ്പോട്ട് പോകും. എന്നാൽ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള കർത്താവിലേക്ക്, നിന്നെ വിളിച്ചവങ്കിലേക്ക്, നിന്നെ നയിക്കുന്നവരിലേക്ക്, നിനക്ക് പൂർത്തീകരണം വരുത്തുവാൻ ശക്തനായ യേശുവിലേക്ക് നോക്കിയാൽ പ്രതികൂലത്തിന്റെ മീതെ, പ്രതിസന്ധിയുടെ മീതെ, രോഗത്തിന്റെ മീതെ, അവൻ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടന്നതുപോലെ നടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കണ്ണുകൾ പ്രശ്നങ്ങളിലാണോ? ഹല്ലേലൂയ. അതോ ക്രിസ്തുവിലാണോ? ആമേൻ. എബ്രായ ലേഖനം 3-ാം അധ്യായം, ആമേൻ, അതിന്റെ 3 മുതൽ താഴോട്ടുള്ള വേദഭാഗം വേഗത്തിൽ ഒന്ന് വായിക്കാം. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന്. Praise the Lord. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കും, വേഗം വായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. Thank you. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ, നിങ്ങൾ പിന്നീട് അത് ആമേൻ മുഴുവൻ വായിക്കുവാൻ സമയമെടുക്കുക. ആമേൻ. മോശ വിശ്വസ്തദാസനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഭവനത്തിലേക്കെയോ ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മോശ വിശ്വസ്തനായിരുന്നു എന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ക്രിസ്തു ആമേൻ ഭവനത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. സഭ കെട്ടിടമല്ല, ആമേൻ നാം തന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭവനം, ആമേൻ, വചനത്തിലൂടെ നാം തിരിച്ചറിയണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വേഗം വായിച്ചാൽ. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, ആമേൻ, 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് അറിയുന്നില്ലയോ? സ്തോത്രം. ഇന്നത്തെ തലമുറകള്, ആമേൻ, പലരും എന്ത് ചെയ്യുന്നില്ല, അത് അറിയുന്നില്ല. ഞാൻ ആരാന്നറിയോ? എന്റെ വിദ്യാഭ്യാസം എന്താണെന്നറിയോ? എന്റെ കഴിവെന്താണെന്നറിയോ? എന്റെ മിടുക്കെന്താണെന്നറിയോ? ചില ഭർത്താക്കന്മാർ, ചില ഭാര്യമാർ, ആമേൻ, ചില അപ്പന്മാർ, ചില അമ്മമാർ, ഹല്ലേലൂയ, അങ്ങനെ ലോകത്തിൽ പല നേതാക്കന്മാരും പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ ആരാന്നറിയോ? അല്ലേ? സ്തോത്രം. എന്നാൽ ദൈവസഭയിലായിരിക്കുന്ന ദൈവ മക്കൾ മനസ്സിലാക്കണം, ആമേൻ, നാം ആരാണ്? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ചോദ്യം, ആമേൻ, എന്റെ ഹൃദയത്തിൽ ആർ വസിക്കുന്നു? ആരാ വസിക്കുന്നു? ഉറക്കെ പറ. ഉറക്കെ പറ. സ്വീകരിച്ചവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. ആരാ? യേശു. ആമേൻ. ഈ അറിവ് വേണം. ഹല്ലേലൂയ. ഈ യേശുവിന്റെ പ്രത്യേകത എന്താ? നാം 1-ാം അധ്യായത്തിൽ വായിച്ചു, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. സ്തോത്രം. 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ വായിച്ചു, ആമേൻ, അവനെ ശ്രദ്ധിച്ചെന്ത് ചെയ്യുക? നോക്കുക. ആമേൻ. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. അവൻ പൂർത്തീകരണം, ആമേൻ, ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് അറിയുന്നില്ലയോ? നിങ്ങളുടെ അകത്ത് ആരാ വസിക്കുന്നേ? യേശു വസിക്കും. അല്ലേ?
നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്ന് ചോദിച്ചല്ലേ? സ്തോത്രം. പ്രാപിച്ചോ? യേശുവിനെ വിശ്വസിച്ചു, ആത്മാവിനെ പ്രാപിച്ചോ? പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? പ്രാപിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവോ അല്ലെങ്കിൽ ആമേൻ. ഇനി പറയുമ്പോ കോപം ഉണ്ടാകരുത് കേട്ടോ. ആമേൻ. ചിലടകത്ത് വസിക്കുന്നത് എന്താണെന്നറിയോ? ഭയമാണ്. എല്ലാരെയും ഭയമാണ്. ഇരുട്ടിനെ ഭയമാണ്. ഒറ്റയ്ക്ക് എവിടെ പോകാൻ, വണ്ടി എടുക്കാൻ ഭയം. സ്തോത്രം. ആകെ മൊത്തം ടോട്ടൽ എന്താ? പറച്ചിലോ? എനിക്ക് ഭയമൊന്നുമില്ല. ഇരുട്ട് വരണം, ആ വണ്ടി കയ്യിലോട്ട് കൊടുക്കണം, അവിടെ പോയി ആ കാര്യം ഒന്ന് ചെയ്തിട്ട് വരാൻ പറയണം, അല്ലെ? ഏതെങ്കിലും ഒരു പ്രശ്നത്തിനകത്ത് അകപ്പെടണം, അപ്പോഴറിയാം ഭയം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ദൈവം ഇടപെടുകയാണ്. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ദൈവം ഇടപെടുകയാണ്. ആമേൻ. നീ ആരെയാ വിശ്വസിക്കുന്നേ? നീ ആരെയാ നോക്കുന്നേ? ആമേൻ. പൂർത്തി വരുത്തുന്നവനെയാണോ? വിശ്വാസത്തിന്റെ നായകനെയാണോ? ആമേൻ. പത്രോസിന് ഭയം വന്ന് എങ്ങോട്ട് നോക്കിയപ്പോഴാ? തിരമാലകളെ, വെള്ളത്തെ. അവൻ മുങ്ങാൻ പോയി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അടുത്തത് കോപം. ചിലരുടെ അകത്ത് എന്താ ഉള്ളേ? കോപം. അവരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, അപ്പോൾ അറിയാം അവരുടെ ഉള്ള് എന്താണെന്ന്. അപ്പോഴാ എന്ത് ചെയ്യുന്നത്? ഹലോ. സ്തോത്രം. ചിലരുടെ അകത്ത് എന്താണെന്നറിയോ? അസൂയ. നല്ല മാർക്കൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പോ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് എന്താണെന്നറിയോ? വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? അവിശ്വാസം. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യം. അവര് പറയുന്നത് കേട്ടിട്ടൊന്നും നെഗറ്റീവ് മാത്രം. പ്രാർത്ഥിക്കത്തില്ല. ആമേൻ. വചനം പറയുന്നത് അനുസരിക്കത്തില്ല, അംഗീകരിക്കത്തില്ല. ആമേൻ. അവിശ്വസിക്കുക. ആമേൻ. 1 ഭയം, 2 കോപം, 3 അസൂയ, 4 അവിശ്വാസം. ഇതിലേതെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ആരാധിച്ചിട്ട് കാര്യമില്ല, നീ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, നീ വചനം കേട്ടിട്ടും കാര്യമില്ല, നീ വചനം ആമേൻ പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ അകത്തുനിന്ന് ഇത് വെളിച്ചാടണം. ആമേൻ. നിന്റെ അകത്തുനിന്ന് ഇത് വെളിച്ചാടണമെങ്കിൽ നിന്റെ അകത്ത് ആരെ കൊണ്ടുവരണം? യേശുവിനെ കൊണ്ടുവരണം. കൊണ്ടുവന്നാ പോരാ, അവനെ നോക്കണം, അവനെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നിന്റെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ. നിന്റെ ആമേൻ വിശ്വാസത്താൽ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യത്തുള്ളൂ? സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവാണ് എന്ത് ചെയ്യുന്നത്? പൂർത്തീകരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്ത് കോപം കിടക്കുന്നത് കൊണ്ടാ, നിന്റെ അകത്ത് ഭയം കിടക്കുന്നത് കൊണ്ടാ, നിന്റെ അകത്ത് അസൂയ കിടക്കുന്നത് കൊണ്ടാ, നിന്റെ അകത്ത് അവിശ്വാസം കിടക്കുന്നത് കൊണ്ട് തുടങ്ങുന്നതൊന്നും പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യുന്നില്ല. പറ്റുന്നുണ്ടോ? ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. പറ്റുന്നില്ലെങ്കിൽ ആമേൻ അപ്പനെ പറഞ്ഞിട്ടോ അമ്മയെ പറഞ്ഞിട്ടോ കൂടെ ഉള്ളവരെ പറഞ്ഞിട്ടോ, ചിലരങ്ങനല്ലേ? അല്ലേ? മക്കളെ നോക്കിയിട്ട് പറയും, സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറയും, നീ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോകുന്നേ? ആമേൻ. നിനക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരുവനില്ലേ? യേശു. അവനെ നോക്ക. അപ്പൊ അവൻ നിന്റെ കുറവ് കാണിക്കും. ഹല്ലേലൂയ. ആ കുറവ് നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ആമേൻ നീ ചെയ്യുന്നത് സക്സസ് ആക്കി തരും. കാരണം അവനാണ് പൂർത്തീകരിക്കുന്നത്. അവനെ പരിചയക്കാരൊന്നുമല്ല. ആണോ? സ്വന്തക്കാരോ ബന്ധുക്കാരോ ഉറ്റവരോ ഉടയവരോ എന്തിനോ എന്ന് പറഞ്ഞ അമ്മായിപ്പനാണോ പൂർത്തീകരിച്ചു തരുന്നത്? അപ്പം പൂർത്തീകരിക്കും, ഭാര്യ പൂർത്തീകരിക്കും, ആരും പൂർത്തീകരിക്കുന്നു.
നാട്ടിലുള്ള ആരെ നോക്കിയാലും എന്ത് ചെയ്യത്തില്ല, പൂർത്തീകരിക്കത്തില്ല. പിന്നെ അതിന് സഹായിക്കാൻ വേണ്ടി ചിലരെയൊക്കെ എന്ത് ചെയ്യും, പക്ഷെ പൂർത്തീകരിക്കാൻ ആർക്കേ പറ്റത്തുള്ളൂ, കർത്താവിനെ പറ്റിയത്. ഒന്ന് ശോധന ചെയ്താൽ, ഒന്ന് കണ്ണടച്ചാൽ, കർത്താവേ എന്റെ ഹൃദയം നിന്റെ ആലയമാണ്, അത് ശുദ്ധീകരിക്കണമേ. എന്റെ ചിന്തകളെ വിശുദ്ധമാക്കണമേ, എന്റെ നാവിനെ വിശുദ്ധമാക്കണമേ, എന്റെ കുടുംബത്തെ വിശുദ്ധമാക്കണമേ. അമ്മേ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യം വേഗത്തിൽ വായിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ശ്രദ്ധിക്കുക, എന്തിനാ ഇത് വായിപ്പിക്കുന്നതെന്നറിയോ? എന്തിനാ ഇത് എഴുതിയിരിക്കുന്നതെന്നറിയോ? സഭയ്ക്കകത്തിരിക്കുന്ന ഒരു സീരിയല് കണ്ട്, സിനിമ കണ്ട്, അല്ലെങ്കിൽ റീല് കണ്ട് ആമേൻ ഇരിക്കേണ്ടവരല്ല. സഭയിലുള്ളവര് ദൈവവചനം വായിച്ച് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടവരാണ്. ഈ ഭൂമിയിൽ ദൈവം നൽകുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ചു നിൽക്കേണ്ടതാണ്. അതിനുള്ള ആമേൻ തിരിവുകൾ സഭയ്ക്കകത്തുണ്ടാകാന് പരിശുദ്ധാത്മാവ് ഈ വചനം അഭിഷക്തന്മാരിലൂടെ നൽകിയിരിക്കുന്നത്. ഇന്ന് പകൽ ആമേൻ ലൈവില് ആമേൻ ഒരു വീഡിയോ ആമേൻ ക്ലിപ്പ് ഉണ്ടാകട്ടെ എന്നോർത്ത് സംസാരിക്കുകയല്ല. ആമേൻ ഇതിനകത്ത് ആമേൻ കേറുന്ന ആമേൻ ജീവിതങ്ങൾ ഈ വചനത്തിലൂടെ ക്രിസ്തുവിലേക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് അവർ തകർന്നു പോകാതെ കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കി മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ചില ജീവിതങ്ങൾ എടുക്കപ്പെടുവാൻ ക്രിസ്തുവിലേക്ക് തിരിയണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ഹൃദയമാണ് പ്രശ്നം, അല്ലേ? ശ്രോത്രം, ഹല്ലേലൂയ. സഭ ശ്രദ്ധിച്ചേ, ദൈവം ഇന്ന് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ചോദ്യങ്ങളൊക്കെ ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ആരുടെയും തലയിൽ കൈവെക്കുന്നില്ല, ആരുടെയും പേര് വിളിക്കുന്നില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ചില ജീവിതങ്ങളോട്, ചില ഹൃദയങ്ങളോട്, ആമേൻ, ചില തലമുറകളോട്, ആമേൻ, ചില അപ്പന്മാരോട്, അമ്മമാരോട്, ആമേൻ, ചില ഭാര്യ ഭർത്താക്കന്മാരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? എത്ര പേർ ആ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചാട്ടെ, വേഗത്തിൽ നിന്ന് വായിച്ചു തന്നാണ്. ഞാൻ അവയെ അറിയുകയും കേട്ടോ, നമ്മെ അറിയുന്ന ഒരു നല്ല അപ്പയുണ്ട് കേട്ടോ. ഇന്ന് പകൽ കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, കരയുന്ന സഹോദരി, കരയുന്ന യുവാവേ, തകർന്നിരിക്കുന്ന ജീവിതമേ, നിന്നെ അറിയുന്ന ഒരുവനുണ്ട്. അവൻ നല്ല ഇടയനാണ്. അവന്റെ പേരാ യേശു. അവനെ ശ്രദ്ധിക്കൂ. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. അവൻ പൂർത്തീകരണം വരുത്തുന്നവനാണ്. വായിച്ചാട്ടെ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. സ്വത്രം. എന്റെ ആടുകൾ എന്റെ ശബ്ദം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് വഴി തെറ്റേണ്ടി വരില്ല. പിടികിട്ടുന്നുണ്ടോ? വിദ്യാർത്ഥികളായിരിക്കുന്നവര് ശ്രദ്ധിക്കുക. ആമേൻ. യേശുവിനെ ശ്രദ്ധിച്ചാൽ, അവനെ അനുഗമിച്ചാൽ
പരീക്ഷയിൽ നീ പരാജയപ്പെടുകയില്ല. ജോലിയിലായിരിക്കുന്നവരോട്, ശുശ്രൂഷയിലായിരിക്കുന്നവരോട്, കുടുംബജീവിതത്തിലായിരിക്കുന്നവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കുടുംബജീവിതം തകരത്തില്ല. ആമേൻ. നിന്റെ സംരംഭങ്ങളൊന്നും ആമേൻ വഴിതെറ്റി പോകത്തില്ല. ആമേൻ. തറ്റി പോകാതിരിക്കണമെങ്കിൽ നീ ആരെ അനുഗമിക്കണം? യേശുവിനെ അനുഗമിക്കണം. അവൻ യേശു അവനെ അറിയുന്നു. അവന്റെ ശബ്ദം കേട്ട് അവനെ അനുസരിക്കണം. അങ്ങനെയുള്ളവർക്ക് ആ വഴി തെറ്റാൻ വരാത്ത. ഹല്ലേലൂയ. അപ്പോ മരുഭൂമിയിൽ ഇസ്രായേൽ ജനമായിരുന്നപ്പോ ഹല്ലേലൂയ അവര് മത്സരിച്ചു എന്നാ പറഞ്ഞേ. അവര് മരുഭൂമിയിൽ വെച്ച എന്ത് കണ്ടെന്നറിയോ? അനുവേ എന്താ കണ്ടേ? അവരെന്താ കണ്ടേ? മരുഭൂമിയില് ചെങ്കടൽ കണ്ടു. ഹല്ലേലൂയ. ചെങ്കടൽ മാത്രമല്ല കണ്ടത്, അവര് മന്ന കണ്ടു. മന്ന കാണുകയല്ല, മന്ന കഴിച്ചു. അപ്പൊ മരുഭൂമി അവരുടെ മുമ്പിൽ കാണുവാൻ ഇടയായത് സ്തോത്രം അവരുടെ തകർച്ചയ്ക്കല്ലായിരുന്നു. സ്തോത്രം അതിനെ മറികടക്കുവാനുള്ള വിശ്വാസം അവരുടെ അകത്തുണ്ടായത് കൊണ്ട് അവർ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ മരുഭൂമിയിൽ Praise the Lord. Hallelujah. Thank you, Lord Jesus. ആരും കാണാത്ത മന്ന കാണുകയല്ല, എന്ത് ചെയ്തു? കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ അവന്റെ ശബ്ദം കേൾക്കാമോ? അവനെ അനുസരിക്കാമോ? സ്തോത്രം. അവനെ ശ്രദ്ധിക്കാമോ? നീ അവരെ ഇവരെ ശ്രദ്ധിച്ച് അവരവരും പറയുന്നത് കേട്ട് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് വ്യാമോഹിച്ചു പോകുന്നെങ്കിൽ നീ പാതി വഴിയിൽ മുങ്ങും. നീ തകരും. നിന്റെ ആശയ്ക്ക് ഭംഗം വരും. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ അവരെന്ത് കണ്ടു? മേഘ സ്തംഭം കണ്ടു. സ്തോത്രം. അഗ്നിസ്തംഭം കണ്ടു. അല്ലേ? എന്തൊക്കെ കണ്ടു? ചെങ്കടൽ കണ്ടു. അത് കണ്ട് അവർ ക്ഷീണിച്ചു പോയില്ല. ക്ഷീണിച്ചു പോകാതിരിക്കാൻ എന്ത് കൊടുത്തു? മന്ന കൊടുത്തു. ചില പ്രതികൂലങ്ങൾ നിന്റെ വിശ്വാസ യാത്രയുടെ മുമ്പിൽ കടന്നു വരാം. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ വിശ്വാസമുള്ളവരെ പറ്റത്തുള്ളൂ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഹല്ലേലൂയ. അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ അവർ കണ്ടിട്ട് ആരെ വിശ്വസിച്ചില്ല? ദൈവത്തെ വിശ്വസിച്ചില്ല. അവരെന്ത് ചെയ്തു? മത്സരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ വിശ്വാസം ഉറപ്പിച്ചില്ല. വചനം സ്വീകരിക്കുന്ന ഹൃദയമാണ് വിശ്വാസം വളർത്തുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നോ അതോ അവിടെ ശ്രദ്ധിക്കുന്നു? നമ്മൾ എന്താ ഇപ്പോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെ ശ്രദ്ധിച്ചു നോക്കാനാ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ ശ്രദ്ധിക്കുന്ന ആരെയാണ്? ഇതാ പറഞ്ഞേ, നമ്മളെ വായിക്കുന്ന കാര്യം അത് അതുപോലെ നിറവേറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കള് ഈ അത്ഭുതം കണ്ടിട്ട് അപ്പം തിന്നിട്ട് മന്ന കഴിച്ചിട്ട് ഒന്നും ആരെ എന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. ആരെ വിശ്വസിച്ചില്ല? നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റും. നമുക്ക് ആമേൻ എല്ലാം ദൈവം തരാൻ പോവാ. നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോ ആമേൻ ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവും. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ
വിളിച്ചു വരുത്തുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങോട്ട് സ്തോത്രം. വേഗത്തിലെടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു സാധനം വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചു. സ്തോത്രം. സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? തന്നു. ആമേൻ. കേരളത്തിന്റെ 14 ജില്ലയിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോയി ആമേൻ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് എന്ത് ചെയ്തു? ആ യാത്രയിൽ ഒരു ദൈവദാസൻ എടുക്കരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. താഴെ വീണു. അപ്പോ ഉടനെ എൻ്റെ ചങ്ക് തകർന്നു. കാരണം ഇത് കാനഡയിലുള്ള ഒരാള് തന്നതാണ്. വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടു നടന്നു. ആ സാഹചര്യം ഞങ്ങൾ വിവരിക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നീട് ഇത് നന്നാക്കാൻ വേണ്ടി കൊടുത്തു നോക്കി, നടക്കുന്നില്ല. ഹല്ലേലൂയ. ഇതാവശ്യമാണോ? ആണോ? ആവശ്യമാണോ? നിങ്ങൾ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോ ദൈവം പൂർത്തി വരുത്തുന്നവനാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഇത് വരാൻ പോവുക. ഇത് കിട്ടിയതിനായിട്ട് സ്തോത്രം വരാം. ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞോ? വിശ്വസിച്ച് കൽപ്പിച്ചോ? ടീച്ചർ ആന്റി, തങ്കമണി ആന്റി, ആമേൻ. ഞാൻ എന്തിനാ ഇതൊക്കെ ഈ ലൈവിലൂടെ കാണിക്കുന്നതെന്നറിയോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആമേൻ വിശ്വസിക്കാൻ പറഞ്ഞ വിശ്വസിച്ചോണം. ആമേൻ. അവൻ പൂർത്തീകരിക്കുന്നവനാ. വീടിന്റെ പണി പൂർത്തീകരിക്കുന്നവനാ. മക്കളുടെ ജീവിതം പൂർത്തീകരിക്കുന്നവനാ. ഹല്ലേലൂയ. മക്കളെ തന്ന ദൈവം. ആമേൻ. അവർ വിവാഹിതരായി അവരുടെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടക്കാൻ അനുവദിക്കുന്നവനാണോ ആന്റി? എവിടെ പോയി? എടുത്തോണ്ട് നടക്കുകയാണോ? സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞേ. ടീച്ചർ ആന്റി കേൾക്കുന്നുണ്ടോ? സ്തോത്രം. പൂർത്തീകരിക്കുന്നവനാ അവൻ. പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല. വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കണ്ടോ? ഈ പാസ്റ്റർ എന്തിന് ഇത്രയും വചനമൊക്കെ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്? ഇത്രയും വചനമൊക്കെ പറഞ്ഞു തരുന്നേ എന്തിനാ? പറഞ്ഞേ. എന്താ വായിച്ചതൊക്കെ പറഞ്ഞാ മതി. വിശ്വാസം കേൾവി. നിങ്ങൾ ഇവിടെ വരുമ്പോ എനിക്ക് ഇതേ പറയാനുള്ളൂ. ഏതാ? ദൈവത്തിന്റെ വചനം. എന്തിനാ പറയുന്നേ? നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിക്കണമെങ്കിൽ വചനം കേൾക്കണം. അതിനാ രാവിലെ വൈകിട്ടും സ്നേഹദീനം പ്രയർ ഫാമിലി പോഡ്കാസ്റ്റിലൂടെ ദൈവവചനം എന്ത് ചെയ്യുന്നേ? ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേൾക്കുന്നവർക്ക് എന്ത് ഉണ്ടാകണം? വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് പ്രസംഗിക്കണം? ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ, ആമേൻ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാകുന്നു. അതുകൊണ്ട് പ്രതിദിനം വചനം കേൾക്കുക. കേട്ടല്ലോ? എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങൾ മൊബൈല് റീചാർജ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്പ് ആമേൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ മൊബൈല് റീചാർജ് ചെയ്തിട്ട് അവരെ വിളിച്ച് ഇവരെ വിളിച്ച് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഇല്ലാത്ത ഭൂകമ്പം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ, ആമേൻ. റീചാർജ് ചെയ്യണം.
റീല് കണ്ട് സമയം കളയരുത്, സീരിയല് കണ്ട് സമയം കളയരുത്. സ്തോത്രം. ബൈബിൾ ഇൻസ്റ്റാൾ ചെയ്യണം, വായിക്കണം. വായിക്കാൻ അറിയാത്തവർക്ക് കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുന്നത്. അങ്ങ് പ്രസംഗത്തിന്റെ ഇടയിൽ എന്തിനാ ഈ പാവ സഹോദരി വായിക്കുന്നത്? വായിക്കാൻ അറിയാത്തവര് കേൾക്കാൻ വേണ്ടി. എന്താ വായിച്ചേ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് പ്രതിദിനം വചനം കേൾക്കുക, വായിക്കുക, ധ്യാനിക്കുക. സ്തോത്രം. എന്നിട്ട് ജീവിക്കണം. പുട്ടും കടലയും കഴിച്ചിട്ട് തള്ളി ജീവിച്ചാ പോരാ. അല്ല, തള്ളല് കേട്ടാ. സ്തോത്രം. ആമേൻ. വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, എന്നിട്ട് ജീവിക്കണം. എബ്രായ ലേഖനം 3:12. ഹല്ലേലൂയ. വേഗം വായിച്ചു. സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തിനെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന്. ജീവനുള്ള പലപ്പോഴും ചെയ്യുന്ന പരിപാടിയത് ഇല്ലേ? കോപം വരുമ്പോ, ദേഷ്യം വരുമ്പോ, അസൂയ കയറി മൂക്കുമ്പോ ജീവനുള്ള ദൈവത്തെ എന്ത് ചെയ്യും? ത്യജിച്ചു കളയും. അതുകൊണ്ട് സഭയോട് ആത്മാവൻ അഭിഷക്തൻ പ്രബോധിപ്പിക്കുകയാ. ആമേൻ. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. വീട്ടിലുള്ളവരോടാ പറയുന്നത് കേട്ടോ, സഭയിലുള്ളവരോടാ പറയുന്നത് കേട്ടോ, ജീവനോടെ ഇരിക്കുന്നവരോടാ പറയുന്നത് കേട്ടോ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അതിനകത്ത് എല്ലാരും പെട്ടു. അതില് സെന്ററും പ്രസ്പെക്ടറും സെക്രട്ടറി കയാഞ്ചി എല്ലാം, വൈസ് പ്രസിഡന്റും അല്ലേ, നേതാവും അണികളും, ഭാര്യ ഭർത്താവും. ഹല്ലേലൂയ. മക്കള്, അപ്പനും അമ്മയും, സഹോദരിയും സഹോദരനും. ഹല്ലേലൂയ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഈ അവിശ്വാസം ഒരു ചിന്ത മാത്രമല്ല, അത് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു ആത്മീയ അപകടമാണ്. ഹല്ലേലൂയ. ആമേൻ. സാത്താന്റെ ആദ്യ ആക്രമണം എവിടായിരുന്നറിയോ? ഹവ്വയുടെ മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3:13 വായിച്ചു. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. കണ്ടോ സഹോദര, സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. ആരെ? സ്വത്രം. സഹോദരി, സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. ആരെ? മാതാവേ, പിതാവേ, സന്ധ്യ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? ആരെ? ചോദ്യത്തിന് മറുപടി വരുന്നില്ല. ഭർത്താവ് ഭാര്യയെയും മക്കളെ ഇരുത്തി എന്ത് ചെയ്തോളാം? പ്രബോധിപ്പിച്ചു. ഭാര്യ എന്ത് ചെയ്തോണം? ഭർത്താവിനെ മക്കളെ ഇരുത്തി എന്ത് ചെയ്തോണം? അപ്പനും അമ്മയും മക്കളെ ഇരുത്തി എന്ത് ചെയ്തോണം? മക്കള് അമ്മേൻ എന്ത് ചെയ്തോണം? പ്രബോധിപ്പിച്ചോണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഇന്ന് എന്നിരിക്കുമ്പോൾ അന്യോന്യം പ്രോത്സാഹിപ്പി. ഹല്ലേലൂയ. സഭയുടെ ദൗത്യം എന്തല്ല? വിമർശനമല്ല,
വീട്ടിലിരുന്ന് എന്താ പരിപാടി? ഹലോ, വീട്ടിലിരുന്ന് എന്താ പരിപാടി? വരുന്നവരെ പോകുന്നവരെ കണ്ടോരെ വിളിച്ചോരെ കേട്ടോരൊക്കെ എന്ത് ചെയ്യുക? വിമർശിച്ചുകൊണ്ടിരിക്കുക. പരിപാടി നിർത്തിക്കോണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ആമേൻ, ഇവനും ആ കൂട്ടത്തിൽ ഉള്ളവനല്ലേ എന്നൊരു ബാല്യക്കാരി പെൺകുട്ടി ഒരു കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ചോദിക്കുന്നത് ആര് കേട്ടു? ഇറങ്ങി തിരിച്ച പത്രോസ് കേട്ടു. ഹല്ലേലൂയ. അപ്പൊ വിമർശനത്തിന്റെ കൂടെ ഇരുന്നാൽ നീ ആരെ തള്ളിപ്പറയും? അകത്ത് സ്വീകരിച്ചവനെ തള്ളിപ്പറയും. നീ മുങ്ങാൻ തുടങ്ങും. നിന്റെ പടകന്തിയും ശൂന്യമാകും. ഹല്ലേലൂയ. മനസ്സിലായവർ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറ. ഹല്ലേലൂയ. സഭയുടെ ദൗത്യം വിമർശനമല്ല, പിന്നെന്താ? പ്രോത്സാഹനമാണ്. പ്രൈസ് ദി ലോർഡ്. അനുവേ, ഒരു വാക്ക് മതിയിടാ. ഒറ്റ വാക്ക്. ഒത്തിരി പ്രസംഗിക്കൊന്നും വേണ്ട, ഒറ്റ വാക്ക് മതി. ആമേൻ. വിമർശനത്തെക്കാൾ നല്ലത് എന്താണ്? പ്രോത്സാഹനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രോത്സാഹനമാണ്. ഒരു വാക്ക് മതി. ആമേൻ. ഒരു പ്രാർത്ഥന മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സന്ദേശം മതി. ആമേൻ. ഒരു കുടുംബത്തെ ആമേൻ രക്ഷിക്കാൻ ഒരു സന്ദർശനം മതി. എന്തുവാ? ഒരു സന്ദർശനം. ചുമ്മാ ഒരു വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോ അവര് പറയും, സഹോദര, നീ വരുന്നതുവരെ ഭയങ്കര ടെൻഷനായി, ഭയങ്കര വെല്ലായ്മയായിരുന്നു, എന്തോ ഒരു ശൂന്യതയായിരുന്നു, എന്തോ ഒരു ഇരുളായിരുന്നു. നീ വന്ന് ആമേൻ ആ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചു പോന്നു. പക്ഷെ ആമേൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് പറയാ, ആമേൻ അനൂപേ, നീ വന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോ എന്തെന്നറിയത്തില്ല, ആ മുടങ്ങിക്കിടന്ന ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? റീസ്റ്റാർട്ട് ആകാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ആ ലഭിക്കാനുണ്ടായിരുന്ന നന്മയൊക്കെ എന്ത് ചെയ്തു? ലഭിക്കാൻ. നിങ്ങൾ എൻ്റെ കൂടെ. ഹല്ലേലൂയ. ആമേൻ. സന്ദർശനത്തിന്റെ കാര്യം പിടികിട്ടിയോ? ആമേൻ. ഈ അബ്രഹാമിന്റെ വീട്ടില് ആമേൻ 3 ദൂതന്മാര് സന്ദർശിച്ചു അല്ലേ? ആ സന്ദർശനം ആമേൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട വാഗ്ദത്തം ആമേൻ ജീവൻ പ്രാപിക്കുകയായിരുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ ഹൗസ് വിസിറ്റിംഗ് ഒക്കെ നടത്തുന്നത് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില ഇരുള് മാറിപ്പോകണമെങ്കിൽ, ചില തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതന്മാർ ആമേൻ വിസിറ്റ് ചെയ്യും. ഹല്ലേലൂയ. ചില ദൈവദാസന്മാരൊക്കെ ആമേൻ കഴിക്കാൻ ആഹാരം ഇല്ലാഞ്ഞിട്ടോ കുടിക്കാൻ ചായ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ചില വീട്ടിൽ എന്ത് ചെയ്യുന്നത്? പെട്രോളും കത്തിച്ച് സമയം എടുത്ത് ഇവർക്ക് കുടുംബ പ്രാർത്ഥന. ഹല്ലേലൂയ. ആമേൻ. ശൂന്യമായ പടകം നിറഞ്ഞത് ആമേൻ ആ തള്ളിപ്പറഞ്ഞ് അകന്നു പോയ ഉപേക്ഷിച്ച പടകും വലയും എടുത്ത ആമേൻ പത്രോസിനെ തള്ളിക്കളയാതെ അവന്റെ തകർച്ചയിൽ അവനെ ചേർത്ത് പിടിക്കുവാൻ വിസിറ്റ് ചെയ്ത യേശു മൂലമാണ്. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ഒരു സന്ദർശനം, ഒരു സന്ദേശം, ഒരു പ്രാർത്ഥന, ഒരു വാക്ക് എന്ത് ചെയ്യും? ഒരു കുടുംബത്തെ സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കും, വിടുവിക്കും, അല്ലെങ്കിൽ ഉയർത്തും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിസിറ്റ് ചെയ്യാതിരിക്കരുത്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആമേൻ സന്ദേശം പറയാതിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാസ്റ്റർമാർക്ക് മാത്രം ഹല്ലേലൂയ, എല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായലേഖനം 3:15 വായിച്ചേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ
നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ആമേൻ. ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആമേൻ നിങ്ങളുടെ വാക്കുകളെ, നിങ്ങളുടെ സമയത്തെ, ആമേൻ നിങ്ങളുടെ ജീവിതത്തെ ആമേൻ സമർപ്പിച്ചാൽ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ജീവൻ അനേകരിലേക്ക് പകരുവാൻ ഇടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നാളെയല്ല, ഇപ്പോൾ. എത്ര പേര് തീരുമാനമെടുക്കും? ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ രക്ഷയുടെ ദിവസം, ഇന്ന് മാനസാന്തരത്തിന്റെ സമയം, ഇന്ന് സമർപ്പണത്തിന്റെ സമയം. ഈ കേട്ട സന്ദേശത്തിന്റെ മുമ്പിൽ എത്ര പേര് തങ്ങളെ സമർപ്പിക്കും? അസൂയ, കോപം, ഭയം ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക. പാസ്റ്ററെ, നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങൾ ഇനിയും ലൈവ് ചെയ്യണം, നിങ്ങൾ ഇനിയും സൂം മീറ്റിംഗിൽ എവിടെ? അങ്ങേരെന്ത് ചെയ്ത ഞങ്ങൾക്കെന്താ അല്ലേ? സ്തോത്രം. ഇനിയും ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരണം. ആമേൻ. ഇനിയും ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു തരണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, കഠിനമായ ഹൃദയങ്ങളെ മൃദുവാക്കണമേ. ഉറങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ ഉണർത്തണമേ. വിശ്വാസം നഷ്ടപ്പെട്ടവരെ വീണ്ടും ഉയർത്തണമേ. ഈ സഭയിൽ നിന്ന് വചനത്തെ സ്നേഹിക്കുന്ന തലമുറകൾ ഉയരട്ടെ. പ്രാർത്ഥനയിൽ തീപിടിച്ച യുവജനങ്ങൾ ഉയരട്ടെ. സുവിശേഷത്തിനായി ജീവിക്കുന്ന കുടുംബങ്ങൾ ഉയരട്ടെ. പരിശുദ്ധിയുടെ വഴിയിൽ നടക്കുന്ന ദൈവജനങ്ങൾ ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. നിന്ന കഷ്ടത, പരിഹാസങ്ങൾ, ദുഷികളെല്ലാം ചേർന്ന് പാടിയാണ്. മയുടെ വാനവേഗത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ എഴുന്നള്ളാനായി പൊന്നു തേജസ്സോടെ നാം കാണാൻ കാലമാൻ പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി തേജസ്സോടെ നാം കാണാൻ കാലമായി രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ എഴുന്നള്ളാനായി രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ എഴുന്നള്ളാനായി യുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ കാലം സമീപമായി പ്രിയരേ രാജാധിരാജൻ മഹിമയോടെ വാനവേഗത്തിൽ എഴുന്നള്ളാനായി
രാജാതിരാജ മഹിമയോടെ വാനമേഘത്തിൽ ഒരുങ്ങി നിന്നോ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമാ ഒരുങ്ങി നിന്നോ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമാ പണിയറയിൽ വാഴാ